ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നും നരസിപ്പട്ടണം എന്ന ചെറിയ ഹിൽ സ്റ്റേഷനിലേക്കുള്ള പ്രയാണത്തിലാണ് ഞാൻ. 295 കിലോമീറ്റർ ദൂരം, ഏകദേശം 4 മണിക്കൂർ വേണം. ഇന്ന് നരസിപ്പട്ടണത്തിൽ തങ്ങി നാളെ രാവിലെ പ്രയാണം തുടരണം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിൻ്റെ പുതുവർഷത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 എൻ്റെ ആദ്യ പ്രയാണം. നരസിപ്പട്ടണത്തിൽ നിന്നും 31 കിലോമീറ്റർ ദൂരെ ലംബാസിംഗിയിലെത്തുക എന്ന ഉദ്ദേശത്തോടെ രാവിലെ 9 മണിക്കാണ് ഞാൻ പ്രയാണം തുടർന്നത്. വൈകാൻ കാരണം കാലാവസ്ഥയുടെ വ്യതിയാനമാണോ എന്നറിയില്ല. ഇന്നലെ രാത്രി അസാധാരണമായ ചൂടും പനിയുമായിരുന്നു. നരസിപ്പട്ടണത്തിൽ നിന്നും ലംബാസിംഗിയിലേക്കുള്ള മലമ്പാതയുടെ ഗൂഗിൾ മാപ്പ് ഏകദേശം 12ഓളം ഹെയർപിൻ വളവുകൾ കാണുന്നു. നരസിപ്പട്ടണം ലംബാസിംഗി ദേശീയപാത 516 ഇയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഒരു ദേശീയപാത ആദ്യമായിട്ട് കാണുകയാണ്. ഒരു സൈഡ് കോൺക്രീറ്റ് അറ്റാച്ച്ഡ്, 10 അടി വീതി കാണും. ഈ മലയോരത്ത് ഇത് മതിയായിരിക്കും. ലംബാസിംഗി വർഷത്തിൽ 3 മാസം മാത്രം സഞ്ചാരികൾ എത്തിച്ചേരുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമം. സമുദ്രനിരപ്പിൽ നിന്നും 1025 മീറ്റർ ഉയരം. കാശ്മീർ ഓഫ് ആന്ധ്രാപ്രദേശ്. ദക്ഷിണേന്ത്യയിൽ സ്നോഫാൾ ഉള്ള ഒരേ ഒരു ഹിൽ സ്റ്റേഷൻ. ഇപ്പോൾ സമയം 9:40. നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പ് കാരണം ചൂടറിയുന്നില്ല. നേരെ ക്ലൗഡ് വ്യൂ പോയിന്റിലേക്കാണ് പോയത്. വ്യൂ പോയിന്റിൻ്റെ ബേസിലെത്തിയപ്പോൾ അറിഞ്ഞത് വെളുപ്പിന് 4 മണിക്ക് ജീപ്പുകൾ ഓടിത്തുടങ്ങുമെന്ന്. മഹീന്ദ്ര കമാൻഡർ 4x4 മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് പോയാൽ ഒന്നും കാണാനില്ല. മാത്രവുമല്ല, കുറഞ്ഞത് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ജീപ്പ് എടുക്കുകയുള്ളൂ എന്ന്. വ്യൂ പോയിൻ്റ് ബേസിൽ വെച്ച് അല്പം ഇംഗ്ലീഷ് വശമുള്ള സിദ്ധു എന്നൊരാളെ പരിചയപ്പെട്ടു. ആ വ്യക്തിയോട് ഇവിടുത്തെ മറ്റു കാഴ്ചകളെയും സ്ഥലങ്ങളെയും പറ്റി മനസ്സിലാക്കി തിരികെ താമസ സ്ഥലത്തേക്ക്. താമസ സൗകര്യം കിട്ടിയിരുന്നത് സ്പോട്ട് ഓൺ ഗ്രാൻഡ് എന്ന ഓയോ ഹോട്ടലിലാണ്. ഒരു രാത്രി താമസിക്കുന്നതിന് 2200 രൂപ. ആഹാരം പുറത്തുനിന്ന് കഴിക്കണം. കുറേ കാലത്തിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിച്ചു. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാൽ താജങ്കി റിസർവോയറിൽ എത്താമെന്നറിഞ്ഞു. താജങ്കി റിസർവോയറിലേക്ക് ലംബാസിംഗിയിൽ നിന്നും വിശാഖപട്ടണത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ റിസർവോയർ. മനോഹരമായ കാഴ്ച, പിന്നിൽ മലനിരകൾ, ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ ഭൂപ്രകൃതി. 1 മണിക്കൂറിന് 200 രൂപ നിരക്കിൽ പെഡൽ ബോട്ട് സൗകര്യവും ഇവിടെയുണ്ട്. ആന്ധ്രാപ്രദേശ് ടൂറിസം ഏകദേശം 5 കോടി രൂപ ചെലവിൽ ഇവിടെ ഒരു ടൂറിസം ഹബ്ബ് തുടങ്ങാൻ പോകുന്നു എന്നറിയുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നുകൂടി വിപുലമായിരിക്കും.
ദൂരെ കാണുന്ന മഞ്ഞ കളർ സ്റ്റാൻഡിൽ നിന്നും ഒരു സിപ്പ് ലൈൻ സഞ്ചാരികൾക്കായി റിസർവോയറിന് മുകളിലൂടെ റിസർവോയറിൻ്റെ മറുവശത്ത് അവസാനിക്കും. ദാ പോകുന്ന ഒരു സഞ്ചാരി അതിൽ കൂടെ. 1 കിലോമീറ്ററോളം യാത്ര ചെയ്യാം കേട്ടോ. കാലാവസ്ഥയെ അറിയാൻ 1-2 ദിവസം ലംബാസിംഗിൽ തങ്ങിയാൽ മതി. വർഷത്തിൽ 3 മാസം മാത്രമേ ഇവിടെ തിരക്കുണ്ടാവുകയുള്ളൂ എന്നാണ് ഒരു റിസോർട്ടിൻ്റെ ഉടമ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഹോട്ടലുകളോ റിസോർട്ടുകളോ ഇവിടെ ഇല്ല. സാധാരണ താമസ സൗകര്യം മുള വീടുകളും ടെൻറ്റ് സ്റ്റേയും കോമൺ ടോയ്ലറ്റുകളുമാണ്. വളരെ അപൂർവമായി മാത്രം സ്റ്റാർ വാല്യൂ നിലവാരം പോലും ഇല്ലാത്ത റൂമുകൾ ഇവിടെ കിട്ടും. പക്ഷേ വൃത്തിയും വെടിപ്പും പ്രതീക്ഷിക്കരുത്. 2 പകലും 1 രാത്രിയും ഇവിടെ തങ്ങിയതിൽ പ്രയാസം നേരിട്ടത് ആഹാരം കഴിക്കാനാണ്. റെസ്റ്റോറൻറ്റുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇവിടെ ഇല്ല. പക്ഷേ രാവിലത്തെ ആഹാരം കുശാലായിരുന്നു കേട്ടോ. തട്ടുകടകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കും രാത്രിയും നേരത്തെ പറഞ്ഞാൽ മാത്രമേ ആഹാരം കിട്ടുകയുള്ളൂ. ഇവിടുത്തെ പ്രധാന കൃഷികളിലൊന്നാണ് സ്ട്രോബെറി. കൂടെ തണുത്ത കാലാവസ്ഥയിൽ വളരുന്ന ബ്രൊക്കോളിയുമുണ്ട്. മറ്റൊരു പ്രധാന കൃഷി പൂക്കളാണ്. നമുക്കൊരു സ്ട്രോബെറി ഫാം കണ്ടിട്ട് വരാം. വലതുവശത്ത് കാണുന്ന വലിയ 3 നില കെട്ടിടം ഗവൺമെൻറ് ട്രൈബൽ വെൽഫെയർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇവിടെ കണ്ട ഒരേ ഒരു ബഹുനില കെട്ടിടം. ഒരു സ്ട്രോബെറി ഫാം. പലതരം പൂക്കളും ബ്രൊക്കോളിയും സ്ട്രോബെറി കൃഷിയുടെ കൂടെ നമുക്കിവിടെ കാണാം. വിൽപ്പനയ്ക്കായി പഴുത്ത സ്ട്രോബെറി പാക്ക് ചെയ്യുന്നു. ഒരു പാക്കറ്റിന് 120 രൂപ. സ്ട്രോബെറി ജാമും ഇവിടെ ലഭ്യമാണ്. ഒരു കുപ്പി ജാമിന് 200 രൂപ. ഞാൻ 2 സ്ട്രോബെറിയും 1 ജാമും വാങ്ങി. കൃഷി സ്ഥലത്ത് നിന്നും നേരിൽ വാങ്ങുമ്പോൾ രുചി ഒന്ന് വേറെയായിരുന്നു. സ്ട്രോബെറി ഫാമിൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് എന്തിനെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഈ പൂക്കളുടെ ചെടികളാണ് കൃഷി ചെയ്യുന്ന സ്ട്രോബെറിയുടെയും ബ്രൊക്കോളിയുടെയും അതിർത്തി നിർണ്ണയിക്കുന്നത്. കൂടാതെ പഴയ കൃഷിയെയും പുതിയ കൃഷിയെയും തിരിക്കുന്നതും. സ്ട്രോബെറി ഫാമിൽ നിന്നും ലംബാസിംഗിയിലെ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയിൽ ഒരു പൈൻ ഫോറസ്റ്റ്. കണ്ടപ്പോൾ തോന്നിയ ഭംഗി ഞാൻ വീഡിയോയിൽ പകർത്തി.
4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ കൊത്തപ്പള്ളി വെള്ളച്ചാട്ടം. പോകുന്ന വഴിയുടെ ഗൂഗിൾ മാപ്പ്. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഒരു മലമുകളിലാണ്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. 50 രൂപ പാർക്കിംഗ് ഫീസ്. വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവേശന സമയം രാവിലെ 8:30 മുതൽ വൈകിട്ട് 4:30 വരെ. അരികിലുള്ള ഷെഡിലെല്ലാം വീശിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. വീശി തീ കത്തിച്ച് തന്തൂരി ഫിഷ് തയ്യാറാക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്നും മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന ധാരാളം ആളുകൾ. തന്തൂരി ഫിഷ് ഉണ്ടാക്കുന്നതും കണ്ട് പാർക്കിംഗ് സ്ഥലത്തു നിന്നും 1 കിലോമീറ്റർ നടക്കണം വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവേശന സ്ഥലത്തേക്ക്. ഇവിടെ പ്രവേശന സമയം 9 മണി മുതൽ 5 മണി വരെയാണ്. മുൻപ് കണ്ട ബോർഡിൽ 8:30 മണി മുതൽ 4:30 മണി വരെ. ഒരാൾക്ക് പ്രവേശന പാസ് 60 രൂപ. കുറേ പടികൾ ഇറങ്ങി പോകണം. ധാരാളം സഞ്ചാരികൾ കാണാൻ വരുന്ന വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് അവിടുന്ന് ഭംഗി ആസ്വദിച്ച് മുകളിലേക്ക് വരാം. ഇത് കൊത്തപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം. ഈ ചെറിയ തോടാണ് താഴേക്ക് സുന്ദരിയായ വെള്ളച്ചാട്ടമായി മാറുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2 വശവും അതിഭീമമായ പാറകളുടെ നടുവിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്.
മഴക്കാലത്ത് ഇതൊരു ഭീകര സുന്ദരിയായിരിക്കും. കലങ്ങിയ വെള്ളമാണെങ്കിലും പാറയുടെ മുകളിൽ കൂടി ഒഴുകി വരുമ്പോൾ പാൽനുരകൾ ഭംഗി കൂട്ടുന്നു. ഇന്ന് ജനുവരി 1, 2024. പുതുവർഷം ആസ്വാദ്യജനകമാക്കി ജനക്കൂട്ടം ഈ വെള്ളച്ചാട്ടത്തിൽ അടിച്ചു പൊളിക്കുന്നു. ഈ നാട്ടുകാർ മുഴുവൻ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളച്ചാട്ടം അതെവിടെയായാലും കാണാനും വെള്ളത്തിലിറങ്ങി കുളിക്കാനും അവസരം കിട്ടിയാൽ നമ്മൾ മുമ്പിലിറങ്ങും. ഏതായാലും മടങ്ങാം ലംബാസിംഗിയിലെ മറ്റു കാഴ്ചകളിലേക്ക്. ജനനി ഓർഗാനിക് സ്ട്രോബെറി ഫാംസ്. തിരികെ പോകുന്ന വഴിയിൽ കണ്ട മറ്റൊരു സ്ട്രോബെറി കൃഷിത്തോട്ടം. വരമ്പുകളിൽ നട്ടിരിക്കുന്ന സ്ട്രോബെറിക്ക് അതിർത്തി തിരിക്കുന്ന മനോഹരമായ പൂക്കൾ. അധികം വളർച്ചയാകാത്ത സ്ട്രോബെറികളാണ് ഇവിടെ ഉള്ളത്. ആദ്യം കണ്ടതുപോലെ സ്ട്രോബെറി പഴങ്ങളും ഇവിടെയില്ല. ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ പോളിത്തീൻ കവചം എല്ലാ വരമ്പിലും വിരിച്ചിട്ടുണ്ട്. ചെരുവുലവേനം വ്യൂ പോയിൻ്റ്. ക്ലൗഡ് വ്യൂ പോയിൻറ്റിൻ്റെ വേറൊരു പേരാണ്. ഇതാണ് ക്ലൗഡ് വ്യൂ പോയിൻ്റ് ബേസ്. ഇവിടെ നാളെ രാവിലെ 4 മണിക്ക് വീണ്ടും എത്തണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ മഞ്ഞുവീഴ്ച ആരംഭിക്കും. അതിനു മുമ്പ് റൂമിലേക്ക് പോകാം. മൂന്നര മണിക്ക് എണീറ്റു. പക്ഷേ കുളിച്ചില്ല. ഒന്ന് ഫ്രഷായി. അസഹ്യമായ തണുപ്പ്. സെറ്ററും തൊപ്പിയും ട്രക്കിംഗ് ഷൂവും ധരിച്ച് 4:20 ഇവിടെ എത്തി. വിവിധ നിറത്തിൽ കാണുന്ന ഈ ലൈറ്റുകളെല്ലാം ഓരോ ടെൻറ്റ് സ്റ്റേയുടെ പ്രവേശന കവാടമാണ്. ഒരു കമാൻഡർ 4x4 കയറി. പണ്ടത്തെ നമ്മുടെ നാട്ടിലെ അതേ ജീപ്പാണ്. 2.5 കിലോമീറ്റർ ദൂരം. 20 മിനിറ്റ് കൊണ്ട് ഹിൽ ടോപ്പിലെത്തിച്ചു. ഒരാൾക്ക് ഒരു വഴിക്ക് 100 രൂപ. തണുപ്പ് ചെവികളിൽ കൂടി തുളച്ച് കയറുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരികെ പോയി കിടന്നു പോകുമോ എന്നറിയില്ല. ദക്ഷിണേന്ത്യയിൽ മഞ്ഞുവീഴ്ച ഉള്ള സ്ഥലം ഗൂഗിളിൽ തിരഞ്ഞപ്പോഴാണ് ലംബാസിംഗി എന്ന സ്ഥലത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് കണ്ടത്. 2012 ജനുവരി 15 അതിശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടായതിനാൽ പിന്നീടുള്ള വർഷങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ധാരാളം സഞ്ചാരികൾ ഇവിടെ വരുന്നു. ഇടയ്ക്ക് ചിലർ ഇതുപോലെ തീ കൂട്ടിയിട്ടുണ്ട്, ഒന്ന് ചൂടാക്കാൻ. ജീപ്പിൽ നിന്നും ഇറങ്ങി വ്യൂ പോയിന്റിലേക്ക് പോകാൻ വീണ്ടും 20 രൂപയുടെ പ്രവേശന പാസ് എടുക്കണം. 1 മണിക്കൂർ ഈ തണുപ്പിൽ നിന്നപ്പോൾ ശരീരഭാഗങ്ങൾ പലതും ഉണ്ടോ എന്നൊരു സംശയം. നമ്മുടെ നാട്ടിലെ ഹിൽ സ്റ്റേഷനുകളിൽ ഡിസംബറിൽ പോലും ഇത്രയും തണുപ്പ് അനുഭവിച്ചിട്ടില്ല. സ്റ്റേജ് ഷോകളിൽ പറയുന്നത് പോലെ കിഴക്ക് വെള്ളം കയറി തുടങ്ങി. ക്ലൗഡ് വ്യൂ കാണാനാണോ സൂര്യോദയം കാണാനാണോ ഈ ജനക്കൂട്ടം എന്ന് അറിയില്ല. ഈ കഠിന തണുപ്പിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്താണ് ചിലർ വന്നിരിക്കുന്നത്. ചിലപ്പോൾ എല്ലാവരും എന്നെപ്പോലെ ഉറക്കം നഷ്ടപ്പെടുത്തി ക്ലൗഡ് ബെഡ് കാണാൻ നിൽക്കുകയായിരിക്കും. വളരെ ബലവത്തായ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതൊരു ലാഭകരമായ ബിസിനസ്സാണ്. കുറഞ്ഞതൊരു 1000 പേരെങ്കിലും ഇപ്പോൾ ഇവിടെയുണ്ട്.
താഴ്വരയിൽ നിന്നും അതിശക്തമായ മൂടൽമഞ്ഞ് വീണ്ടും മുകളിലേക്ക്. ഇന്നത്തെ ക്ലൗഡ് വ്യൂ മൂടൽമഞ്ഞിൽ മറയുന്ന ലക്ഷണമാണ്. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സൂര്യന് പുറത്തേക്ക് വരാൻ സാധിക്കാത്ത വിധത്തിൽ അതിശക്തമായ മൂടൽമഞ്ഞ്. അത് ക്യാമറയിൽ പകർത്താൻ ആയിരക്കണക്കിന് സഞ്ചാരികൾ, അതും ഒരു മലയുടെ മുകളിൽ. സമീപത്തുള്ള കുന്നുകളിലും ധാരാളം സഞ്ചാരികൾ കാത്തിരിക്കുന്നു. ക്ലൗഡ് വ്യൂ ഒരു സംഭവമാണെന്ന് കാണാതെ തന്നെ എനിക്കിപ്പോൾ തോന്നുന്നു. കുറേ നേരം കാത്തുനിന്നു. ക്ലൗഡ് വ്യൂ മാത്രം കാണാൻ പറ്റിയില്ല. സഞ്ചാരികൾ മടങ്ങിത്തുടങ്ങി. പോകാം, ഇനി നിന്നിട്ട് കാര്യമില്ല. ഒരു ഓട്ടോറിക്ഷ അതിവിദഗ്ധമായി മലമുകളിൽ ഓടിച്ചു വന്നിരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇപ്പോഴും സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട്. ലംബാസിംഗിയിൽ വരണം എന്നാഗ്രഹിക്കുന്നവർക്കായി ഞാൻ 2 ഹോട്ടലുകളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആഗ്രഹമുള്ളവർ പ്രയോജനപ്പെടുത്തുക. തിരികെ വീണ്ടും ഒരു കമാൻഡർ 4x4 കയറി. 4 മണിക്ക് വരുമ്പോൾ കാണാത്ത വഴികൾ ഇപ്പോൾ കണ്ടു. ഒരു ടൊയോട്ട മുൻപിൽ പോകുന്നുണ്ട്. വളവുകൾ എങ്ങനെ തിരിക്കും എന്നാണ് ഞാൻ നോക്കുന്നത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇവിടെ കണ്ട ചെറുപ്പക്കാർ എല്ലാം നടന്നാണ് പോയതും ഇപ്പോൾ വരുന്നതും. അന്യനാട്ടിലാണെങ്കിലും ഈ തണുപ്പിൽ ശുദ്ധവായു ശ്വസിച്ച് നടക്കുന്നതിൽ കിട്ടുന്ന മാനസിക ഉല്ലാസം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല.
തിരികെ ബേസ് ക്യാമ്പിലെത്തി. നമ്മൾ നിൽക്കുന്ന ഭാഗം ഒഴികെ ചുറ്റുപാടുകൾ മുഴുവൻ മൂടൽമഞ്ഞിൽ മുങ്ങി നിൽക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലവും ഒരുപക്ഷെ മൂടൽമഞ്ഞിൽ മുങ്ങി നിൽക്കുകയായിരിക്കാം. നമ്മൾ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അറിയുന്നില്ല എന്ന് മാത്രം. ഇത് മിസ്റ്റർ സിദ്ധു, ഇവിടുത്തെ ഒരു കൊച്ചു മുതലാളി. ബേസ് ക്യാമ്പിൽ ചെറിയ ഒരു ചായക്കട ഭാര്യ അനുവും കൂടെ നടത്തുന്നു. കൂടാതെ ഹിൽ ടോപ്പിലേക്ക് ജീപ്പ് സഫാരിയും സ്വന്തമായി സഞ്ചാരികൾക്കായി റിസോർട്ട് നടത്തുന്നു. ലംബാസിംഗിയിൽ എനിക്ക് ഗൈഡായി പ്രവർത്തിച്ച വ്യക്തി. സിദ്ധുവിന് അറിയാവുന്ന ഇംഗ്ലീഷിലും എനിക്കറിയാവുന്ന ഹിന്ദിയിലും ഞങ്ങൾ ആശയവിനിമയം നടത്തി. തിരികെ വരുമ്പോൾ 1 കിലോ ലംബാസിംഗി കാപ്പിപ്പൊടിയും 1 കിലോ നാടൻ മഞ്ഞളും എനിക്ക് തന്നുവിട്ടു. അതിൻ്റെ കൂടെ സിദ്ധുവിൻ്റെ കടയിലെ ഒരു ചായയും ഞാൻ കുടിച്ചു. 1.5 പകലും 1 രാത്രിയും ലംബാസിംഗിയെ അറിയാൻ ശ്രമിച്ച ഞാൻ രാവിലെ 9:30 മണിക്ക് തിരികെ എൻ്റെ പ്രയാണം ആരംഭിച്ചു. ഇപ്പോൾ ലംബാസിംഗിയിൽ നിന്നും 74 കിലോമീറ്റർ ദൂരെ വിശാഖപട്ടണം വിജയവാഡ ഹൈവേയിൽ തുണി എന്ന സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു ഈ 74 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 2.5 മണിക്കൂർ വേണ്ടി വന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ലംബാസിംഗിയുടെ ടൂറിസ്റ്റ് സീസൺ നവംബർ ടു ജനുവരിയാണ്. 3 മാസം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ. ലംബാസിംഗിയുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.